ഹേ ഗായ്സ്, ഡെവഡോജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ നോക്കും, സോഫ്റ്റ്വെയർ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യലെന്ന് നോക്കും, പിന്നെ അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡിസൈൻ എന്തെല്ലാം നോക്കും, പിന്നെ ഒരു കേസ് സ്റ്റഡിയും നോക്കും. അതായത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് ഫയർ അലാം സിസ്റ്റത്തിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, തുടങ്ങാം. ആദ്യം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എനേബിൾസ് ദ യൂസേഴ്സ് ടു ഇൻട്രാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ഇറ്റ്സ് ഹാർഡ്വെയർ ഓർ പെർഫോമൻസ് ടാസ്ക്. ഓക്കെ, അതായത് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അത് യൂസറിന് അത് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഹാർഡ്വെയറിനെയും പിന്നെ അതിൽ നടക്കുന്ന പെർഫോമൻസിനെ ടാസ്കിനെല്ലാം മോണിറ്റർ ചെയ്യാനും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയൽ. ഓക്കെ, സോഫ്റ്റ്വെയർ വിത്തൗട്ട് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ വിൽ ബി യൂസ്ലെസ്. അത് ശരിയാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ മാത്രമാണ്. അപ്പോൾ അതിൽ നടക്കുന്ന അതിൽ റൺ ചെയ്യാൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ്ലെസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, വിത്തൗട്ട് ഇൻ്റർനെറ്റ് ബ്രൗസർ സോഫ്റ്റ്വെയർ വി കാൺഡ് സർഫ് ദ ഇൻ്റർനെറ്റ്. വിത്തൗട്ട് എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ബ്രൗസർ കുഡ് നോട്ട് റൺ ഓൺ യുവർ കമ്പ്യൂട്ടർ. സിമിലർ ടൈപ്പ് ഓഫ് എക്സാമ്പിളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. മെയിനായിട്ട് നമ്മളെ കയ്യിൽ രണ്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആയില്ലേ. ഒന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, രണ്ടാമത്തത് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മെയിനായിട്ട് എല്ലാ ആൾക്കാരും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ്, പെയിൻറ്റ്, പിന്നെ എന്ത് വേണമെങ്കിലും ആവാം, സ്റ്റീം ആവാം, ഗെയിംസ് ആവാം, അതെല്ലാം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്ടിലിറ്റീസിനെല്ലാം വേണ്ടി ഡ്രൈവേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, കമ്പൈലേഴ്സ്, അങ്ങനത്തെ എല്ലാം സംഭവങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചോ കേട്ടോ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേഴ്സസ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തായാലും ചോദിക്കും, എല്ലാ കൊല്ലവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, പഠിച്ചോളുക. ഓക്കെ, അതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യൽ, എങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്. ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഫേസ് ആയിരിക്കും. രണ്ടാമത്തത് അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ഇൻറ്റഗ്രേഷൻ. ആറാമത്തെ സ്റ്റെപ്പാണ് മെയിൻ്റനൻസ്. ഈ 6 സ്റ്റെപ്പിലും കൂടി നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയെല്ലാം നമ്മൾ നോക്കി പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്യും. ഇതുപോലത്തെ വേറെ സോഫ്റ്റ്വെയർ ഉണ്ടോ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം വേണം, ഓക്കെ, എന്തെല്ലാം ആണ് ഇതിൻ്റെ ചാലഞ്ചസ്, അതെല്ലാം അനലൈസ് ചെയ്യും. മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഒരു ഡിസൈൻ കൊടുക്കും. അതായത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമല്ലോ UI UX, ഫ്രണ്ട് എൻഡിൽ എങ്ങനെ കാണും, എന്തെല്ലാം ഫീച്ചേഴ്സ് എവിടെയെല്ലാം ഡിസ്പ്ലേ ചെയ്യും, അതൊക്കെ നമുക്ക് ഡിസൈൻ ഫേസിൽ ചെയ്യും. നാലാമത്തെ ഫേസാണ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഈ ഡിസൈൻ ചെയ്തതും അനാലിസിസ് ചെയ്തതും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും നമ്മൾ. അതായത് പ്രോപ്പർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനം ടെസ്റ്റ് ചെയ്യും. പിന്നെ അതായത് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി ആഫ്റ്റർ ടെസ്റ്റിംഗ് ഇൻ്റഗ്രേഷനും നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, എന്തെങ്കിലും ക്രാഷ് ആയി അങ്ങനത്തെ എല്ലാം സംഭവം നമ്മൾ മെയിൻ്റനൻസ് ഫേസിൽ ചെയ്യും. ഓക്കെ, അടുത്താണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ സോഫ്റ്റ്വെയർ ഡിസൈൻ ഫേസ് ഡിസൈൻ document is produced based on the customer requirement. The design process essentially transforms the SRS document into a design document. അതായത് ഒരു SRS documents ഉണ്ടാവും, ആ ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എല്ലാം എന്താണ് ഫീച്ചേഴ്സ് എല്ലാം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ഡോക്യുമെൻറ്റിൽ എഴുതി വെക്കും. Okay, the design document produced at the end of the design phase should be implemented by using a programming language in the subsequent phase. അതായത് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ സംഭവവും നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും.
The software design is a first step in the SDLC, that is software design life cycle. അതായത് ഡിസൈൻ ചെയ്യാണ്ട് നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യം എല്ലാം ഡിസൈൻ ചെയ്തിട്ടായിരിക്കും അത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് നമ്മൾ പോകല്. അടുത്ത നമുക്ക് അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡിസൈൻ. 2 അപ്രോച്ചാണ് മെയിനായിട്ടില്ല, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്നാമത്തത് ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനും രണ്ടാമത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനും. ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഈസ് കംപ്രൈസ്ഡ് ഓഫ് മെനി സ്മോളർ സബ് സിസ്റ്റം നോൺ ആസ് ഫങ്ഷൻസ്. ദീസ് ഫങ്ഷൻസ് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ് സിഗ്നിഫിക്കൻറ്റ് ടാസ്ക് ഇൻ ദ സിസ്റ്റം. അതായത് മെയിനായിട്ട് നമ്മളെ മോട്ടീവ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആയിരിക്കും. ഒരു ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സംഭവം ഡിസൈൻ ചെയ്യുന്നത്. അതായത് ആ ഒരു ഫങ്ഷൻ അവിടെ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ATM മെഷീൻ നമ്മൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ATM നമുക്ക് പൈസ എടുക്കണം. അപ്പോൾ ആ പൈസ എടുക്കണം, ഈ ട്രാൻസാക്ഷൻസ് നടക്കണം, ഇങ്ങനത്തെ എല്ലാം മോട്ടീവ് ആ ഫങ്ഷനെ ഉദ്ദേശിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന സംഭവങ്ങളാണ് ഫങ്ഷണൽ ഡിസൈൻ. അതായത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ടല്ലോ ATM-ന്, ആ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഫങ്ഷണൽ ഓറിയൻറ്റഡ്. ഓക്കെ, ആ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനിൽ 2 ഫീച്ചേഴ്സാണെന്നില്ല. ഒന്ന് ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ, പിന്നെ സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്റ്റേറ്റ്. ഓക്കെ, ആ ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എ സിസ്റ്റം അറ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ ഈസ് വ്യൂഡ് ആസ് എ ബ്ലാക്ക് ബോക്സ് ദാറ്റ് പ്രൊവൈഡ് സർട്ടൈൻ സർവീസസ് ടു ദ യൂസർ ഓഫ് ദ സിസ്റ്റം. അതായത് ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഹൈ ലെവലായി നമ്മൾ ചിന്തിക്കും. ഹൈ ലെവലിൽ എങ്ങനെയാണ് അതായത് ആ ഒരു ഡിസൈൻ ഹൈ ലെവലിൽ അങ്ങനെ വർക്ക് ചെയ്യണം, എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ട് ആ ഫങ്ഷൻസിനെ സബ് ഫങ്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ആ സംഭവങ്ങളെല്ലാം ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷനിൽ പറയുന്നത്. അടുത്തതാണ് അതെ ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ്റെ അടുത്ത പോയിൻ്റാണ് ഇൻഹെറിറ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചേർഡ് ഡിസൈൻ വൈൽ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തഡോളജി ഈസ് യൂസ്ഡ്. അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തഡോളജീനേക്കാളും കുറേ സ്ട്രക്ചേർഡ് ഡിസൈൻ ആയിട്ടുള്ള പരിപാടികളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് ഹൈ ലെവൽ തിങ്കിങ്. അപ്പോൾ ഹൈ ലെവലിൽ നിന്ന് പിന്നെ ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് മോഡ്യൂൾസിലേക്ക് പോകല്. ഓക്കെ, കൺസിഡർ one function create new library member is to create a record for new member. This function may be refined into the following function: assign membership, create membership record, print bills. ഓക്കെ, അതായത് ക്രിയേറ്റ് ന്യൂ മെമ്പർ, ലൈബ്രറി മെമ്പർ, ഒരു മെമ്പറിന് പുതിയൊരു ലൈബ്രറി, അതായത് മെമ്പർഷിപ്പ് കൊടുക്കണം ഒരു ലൈബ്രറിയിൽ. അങ്ങനത്തെ ഒരു ഫംഗ്ഷനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. അസൈൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അസൈൻ മെമ്പർഷിപ്പ് നമ്പർ, അതായത് മെമ്പർഷിപ്പിൻ്റെ നമ്പർ, പിന്നെ അതിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ബിൽസ് പ്രിൻറ്റ് ചെയ്യുന്നതും, അതെല്ലാം സബ് മോഡ്യൂൾസ് ആയിട്ടാണ് വരുന്നത്. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ അവർക്ക് പറയാനുള്ളത്. ഇനി സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്റ്റേറ്റ്. ദ സിസ്റ്റം സ്റ്റേറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ആൻഡ് ഷെയർഡ് അമംഗ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടാവും, ഒരു വലിയൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് അത് ഷെയർ ചെയ്യും. ദ സിസ്റ്റം സ്റ്റേറ്റ് can be defined as the value of certain data item that determines response of the system to an user action or എക്സ്റ്റേണൽ ഇവൻറ്റ്. അതായത് ഒരു യൂസർ ആക്ഷനോ റെസ്പോൺസിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂവിനെ സർട്ടൈൻ ഡാറ്റ ഐറ്റംസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സച്ച് ഡാറ്റ ഈസ് പ്രൊസീജറൽ പ്രോഗ്രാം യൂഷ്വലി ഹാവ് ഗ്ലോബൽ സ്കോപ്പ് ആൻഡ് ഷെയർഡ് ബൈ മെനി മൊഡ്യൂൾസ്. അതായത് ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് കുറേ മൊഡ്യൂൾസ് ഉണ്ടാവും. ആ മൊഡ്യൂൾസ് എല്ലാം ഇത് ഷെയർ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യൽ. ഇനി സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്, മെമ്പർ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അപ്ഡേഷനും റെഫറൻസ് എല്ലാം നോക്കണ്ടേ. അപ്പോൾ ആ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ഫങ്ഷൻസ് ഉണ്ട്, ക്രിയേറ്റ് ന്യൂ മെമ്പർ, ഡിലീറ്റ് മെമ്പർ, അപ്ഡേറ്റ് മെമ്പർ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ മെമ്പർ എന്ത് ചെയ്യും, നമുക്ക് ഡിഫറെൻറ്റ് കുറേ ആൾക്കാർ കുറേ സ്ഥലത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒറ്റൊരു സിംഗിൾ സംഭവത്തിന് ഒരു സിംഗിൾ ഡാറ്റാ ബേസിനെ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാ ബേസിനെ മൾട്ടിപ്പിൾ ഇതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനിൻ്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്കിത് കണക്കാക്കാം. അതായത് അഡ്വാൻറ്റേജസ് അല്ല, അതായത് ആരാണിത്
ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഇത് ഇല്ലുന്നത്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. അഡ്വാൻറ്റേജസ് എല്ലാം നേരത്തെ പറഞ്ഞത് തന്നെ എഴുതിയാൽ മതി. അടുത്തതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഈസ് വ്യൂഡ് ആസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഇവിടെ ഈ സിസ്റ്റം വ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ദ സ്റ്റേറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ് അമംഗ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഈച്ച് ഒബ്ജക്റ്റ് മാനേജ് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ. അതായത് എല്ലാം സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റേതായ ഗ്ലോബലി ഷെയർഡ് ഡാറ്റ ഉണ്ടാവും. അതായത് ഒരു സിംഗിൾ സെൻട്രലൈസ്ഡ് അപ്രോച്ച് അല്ല. ഈച്ച് ഒബ്ജക്ട്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോബലി ഷെയർഡ് ഡാറ്റ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ ജനറൽ ആയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനത്തിന് പകരം നമുക്ക് ഇവിടെ എന്തുണ്ടാവും, എല്ലാ ഒബ്ജക്ട്സിനും അതിൻ്റേതായ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ പാരഡിഗം മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് decomposition. Object decomposes a system into functionally independent module. Objects can be considered as instance of abstract data types. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് അല്ല, ഇവിടെ ഡീകമ്പോസ് ചെയ്തിട്ട് എല്ലാ ഇതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂളായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൻ്റെയും ഡിഫറൻസ് എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം അതേപോലെ ഇതിലും പാരഗ്രാഫ്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ട് എഴുതാം. ഇതുവരെ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് പോയിന്റ്സ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇനി ഓട്ടോമാറ്റഡ് ഫയർ അലാം സിസ്റ്റമിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്കിങ്ങനെ വായിച്ച് പറയുന്നതിനും കാട്ടിയും കുറച്ചും കൂടി നല്ലത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഇത് ജനറലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ലാർജ് ഒരു സ്കൈലൈൻ പോലത്തെ ഒരു ബിൽഡിംഗ്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ മൾട്ടിപ്പിൾ റൂംസ് ഉണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ റൂംസിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ഫയർ അലാറം വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫയർ അലാറം സിസ്റ്റം ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യും, എല്ലാ റൂമിലും ഫയർ അലാറം വെക്കും. ഫയർ അലാറമും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്മോക്ക് ഡിറ്റക്ടറും വെക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫയർ അലാറാമിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സിനെ നോക്കും. ആ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് സ്മോക്കിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അലാറാം എന്ത് ചെയ്യും, ഓണാവും. ഈ അലാറാമിൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്മോക്ക് ഡിറ്റക്ടേഴ്സിനെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ അലാറാമും സ്മോക്ക് ഡിറ്റക്ടേഴ്സും എന്ത് ചെയ്യും, എല്ലാ റൂമിലും വെക്കും. എന്നിട്ട് മെയിനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ഫയർ ക്യാച്ച് ചെയ്തു. അപ്പോൾ ഫയർ ക്യാച്ച് ചെയ്യുമ്പോൾ ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യും, ആ റൂമിലത്തെ ഇപ്പോൾ ഒരു റൂമിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് അലാറാം എന്ത് ചെയ്യും, ആ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നെയ്ബറിങ് റൂംസിൻ്റെ അലാറാംസ് ഓണാക്കും. അതായത് ഒരു റൂമിലൊരു ഫയർ വന്നു കഴിഞ്ഞാൽ നെയ്ബറിങ് റൂംസിലും എന്ത് ചെയ്യും, അലാറാം ഓണാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, എസ്കേപ്പ് ആവാം. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കേസ് സ്റ്റഡി. അതാണ് ഇവിടെ ഫുള്ള് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോഗ്രാമിംഗ് രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം, ഡിറ്റക്ടർ സ്റ്റാറ്റസ് എന്ത് ചെയ്യാം, മാക്സ് റൂമിൽ നിന്ന് കൊടുക്കാം. അതായത് ഡിറ്റക്ടേഴ്സ് നമ്മൾ എല്ലാ റൂമിലും വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ ഓഫ് അറേ ഒരു സീക്വൻസ് ഓഫ് അറേ ഡിഫൈൻ ചെയ്ത് വെച്ചു, അതായത് മാക്സ് റൂം. പിന്നെ ഡിറ്റക്ടർ ലൊക്കേഷൻ എവിടെയെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമ്മളെ മാക്സ് റൂം എല്ലാ റൂമിലും വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ്റെ ഇത് കൊടുത്തു. പിന്നെ അലാറാം സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എല്ലാ അലാറാമിൻ്റെയും സ്റ്റാറ്റസ് ഇപ്പോൾ ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഒരു അറേ വേണം. അത് കഴിഞ്ഞിട്ട് അലാറാമിൻ്റെ ലൊക്കേഷനും നമ്മൾ റൂംസിലാണ് വെക്കുന്നത്. അതും നമ്മൾ എന്ത് ചെയ്തു, അലാറാമിൻ്റെ ലൊക്കേഷനിൽ പ്ലേസ് ചെയ്തു. അടുത്ത നെയ്ബർ അലാറാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂമിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നെയ്ബറിൻ്റെ റൂമിലായിരിക്കും അത് അലാറാം ഓൺ ആക്കൽ. അപ്പോൾ ആ നെയ്ബർ അലാറാംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൾട്ടി ഡയമെൻഷണൽ അറേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻട്രോഗേറ്റ് ഡിറ്റക്ടേഴ്സ്, ഗെറ്റ് ഡിറ്റക്ടർ ലൊക്കേഷൻ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഡിസൈൻ ചെയ്യൽ. റിംഗ് അലാറാം, റീസെറ്റ് അലാറാം, റിപ്പോർട്ട് ഫയർ ലൊക്കേഷൻ, അതെല്ലാം ഓരോരോ ഫങ്ഷൻസ് ആണ്.
ഇതെല്ലാം ജസ്റ്റ് ഓരോ ലൈനായിട്ട് എഴുതുക. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ എഴുതാം. പിന്നെ ഇതാണ് ക്ലാസ് ഡിറ്റക്ടേഴ്സ്, ക്ലാസ് അലാറാം, ക്ലാസ് സ്പ്രിങ്ക്ലർ. ഇത് 3 ക്ലാസ് ആയിട്ട് ഇവർ എഴുതി. 3 ക്ലാസ്സിൻ്റെ ഓരോരോ നേരത്തെ നമ്മൾ എഴുതിയല്ലോ, സ്റ്റാറ്റസ്, ലൊക്കേഷൻ, ഒരു ഫംഗ്ഷൻ എഴുതിയല്ലോ, ആ ഫംഗ്ഷൻസിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാണ് ഇത്. ഇതിങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ ഫംഗ്ഷൻസ് എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ഓക്കെ. ഇനി ഫംഗ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനും നമ്മൾ നേരത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കേസ് സ്റ്റഡി എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫംഗ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനും എഴുതണം. പിന്നെ ഡാറ്റ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ഓറിയൻറ്റഡിൽ ആണ് ചെയ്യുന്നതെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിരിക്കും, അപ്പുറത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇവിടെ ഗ്ലോബൽ ഡാറ്റ ക്യാൻ ബി ഈസിലി ആക്സസ്ഡ്, അവിടെ പ്രൈവറ്റ് ഡാറ്റ ഈസ് പ്രൈവറ്റ് ഇൻ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ. The basic unit of designing and functional oriented program is functions and modules. അപ്പുറത്ത് the basic unit of designing an object oriented program is objects. Functions appears as a verb, functions appears as nouns. ഇവിടെ functions uses top down approach, അവിടെ uses bottom up approach. ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നുകൂടിയും കണ്ട് എല്ലാം മനസ്സിലാക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു.